നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വിവാദ പ്രസംഗ നായകൻ ഹാജരായിട്ടുണ്ട്. മയക്ക് കിട്ടിയാൽ ഇന്ത്യയിലും ഒരു വിവാദമുണ്ടാക്കിയാൽ ഇത് ഇച്ചിരി മനസമാധാനക്കേടാണ് നമ്മുടെ എം മണി സാറിന്. ഇത്തവണയും പതിവൊന്നും തെറ്റിയിട്ടില്ല. ഇടുക്കി തൂക്കുപാലത്തെ പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇരയാക്കിയത് MLA ആയ ഡീൻ കുര്യാക്കോസിനെയാണ്. ഡീൻ കുര്യാക്കോസ് ഷണ്ഠനാണ്, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നതെന്നും ഇത് കൂടാതെ ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണെന്നും കെട്ടിവെച്ച് കാശ് പോലും കിട്ടില്ല എന്നും പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, മണിസാറ് പറഞ്ഞതാണ്. തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രത്യേക സാഹചര്യം മുതലെടുത്ത് വായിൽ വെള്ളി വീണ വാക്കുകളുമായി പ്രത്യക്ഷപ്പെടാറുള്ള ഈ മണിസാറിന് ഇത് എന്ത് പറ്റിയെന്ന് ആരും ചോദിക്കേണ്ട. ഇത് സ്ഥിരം പങ്ക്തിയാണ്. എന്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ PC ജോർജും മണിയും മൈക്കിലൂടെ തോന്നിവാസം വിളിച്ചു പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കി എടുത്തേക്കാണ് തോന്നുന്നു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇതിനും ഭേദം കുറ്റിച്ചൂലിനെ നിർത്തുന്നതാണെന്നും തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് PC ഒന്ന് പറഞ്ഞത് വിവാദത്തിലായിരുന്നു. അത് കഴിഞ്ഞൊന്നും നടു നിവർത്തിയതേയുള്ളൂ. അതിനു മുൻപ് മുസ്ലിം പെണ്ണുങ്ങൾക്ക് പ്രസവിച്ചിട്ട് മതിയാകുന്നില്ല എന്ന് PC പറഞ്ഞതും വിവാദത്തിലായിരുന്നു. മണിസാറിന്റെ കാര്യം പറയുവാണെങ്കിൽ സാധാരണ ഭാഷയിൽ എങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാമെന്ന അന്വേഷണത്തിലാണ് പുള്ളിക്കാരൻ. ഇത്തവണത്തെ പ്രസംഗത്തിൽ ഡീൻ കുര്യാക്കോസിനെ ഷണ്ഠനെന്ന് വിളിച്ചെങ്കിൽ PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചു, പിന്നെ വന്നിരിക്കുക ഞാനിപ്പോൾ ഒലത്താം എന്ന് പറഞ്ഞ്. ഇപ്പോൾ നന്നാക്കും. നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച് കാശ് കൊടുക്കാൻ പാടില്ലേ എന്നാണ് മണിസാർ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഏത് വേഷം കെട്ടാനും മടിയില്ലാത്ത ആളാണ് നരേന്ദ്രമോദിയെന്നും പ്രധാനമന്ത്രി അയോധ്യയിൽ ഒരു താന്ത്രികനായി മാറിയെന്നും പറഞ്ഞത് കൂടാതെ പ്രതിപക്ഷ നേതാവിനിട്ട് ഒരു താങ്ങും താങ്ങിയിരുന്നു അദ്ദേഹം. LDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൽ കേരളത്തിന് ആവശ്യമായത് ചോദിച്ചു വാങ്ങാൻ UDFന്റെ 18 MP കഴിഞ്ഞില്ല. അണ്ണാക്കിൽ പിണ്ണാക്കുമായാണ് അവർ പാർലമെന്റിൽ ഇരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അന്തവും കുന്തവുമില്ലാത്ത മനുഷ്യനാണ്. ഇതിൽ പരം നാണം കെട്ടൊരു മനുഷ്യനില്ല, യാതൊരു ഉൾപ്പുമില്ലാതെ ശുദ്ധ അസംബന്ധം പുലർത്തുന്നവനെന്നും പറഞ്ഞതും പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയതാണ്. വാവിട്ടുപോയ വാക്കിന്റെ പേരിൽ പിന്നീട് വെള്ളം കുടിക്കേണ്ടി വന്ന രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖനാണ് മണി. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് മണിയുടെ വാക്കുകൾ പാർട്ടിക്ക് ഏറെ പൊല്ലാപ്പാണ് സൃഷ്ടിച്ചത്. ശാന്തൻപാറയിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവരെ പട്ടിക തയ്യാറാക്കി കൈകാര്യം ചെയ്തെന്നായിരുന്നു മണിയുടെ പ്രസംഗം. ഞങ്ങളൊരു പ്രസ്താവന ഇറക്കി, 13 പേർ 1, 2, 3, 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു, വെടിവെച്ചാ കൊന്നത്, മറ്റൊന്നിനെ കുത്തിക്കൊന്നു, മറ്റൊന്നിനെ തല്ലിക്കൊന്നു. പ്രസംഗം വിവാദമായതോടെ മണിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് CPM നീക്കിയിരുന്നു. ഇടുക്കിയിലെ രാഷ്ട്രീയ കൊലപാതകം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് കേസെടുക്കുകയും റിമാൻഡിലാക്കുകയും ചെയ്തത്. പാപ്പാത്തി ചോരയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നേതൃത്വം നൽകിയ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ ഉളമ്പാറക്കി വിടണമെന്ന പ്രസംഗവും മണിയെ വിവാദത്തിലാക്കിയിരുന്നു. അങ്ങനെ മൈക്കും നാക്കിലെ പ്രാസയോഗങ്ങളും മണിയാശാനും വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇതൊക്കെ മണിയാശാനും ബാധകമാണ്. വാവിട്ട വാക്കും മണിയാശാനെയും കൊണ്ട് പാർട്ടിക്കെന്നും വലിയ പൊല്ലാപ്പാണ് വീണ്ടും ഉണ്ടാക്കുന്നത്.